കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി അലോട്ട്മെന്റ് അതേപോലെ അഡ്മിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ ഡിഗ്രി അപ്ലിക്കേഷൻ ഇപ്പോൾ 12-ാം തീയതി അവസാനിക്കുകയാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ ചിലപ്പോൾ നീട്ടിയേക്കാം. അങ്ങനെ നീട്ടുമെന്ന കാര്യം ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. എങ്കിലും അലോട്ട്മെന്റ് പ്രോസസ് എന്താണ്, അതേപോലെ തന്നെ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ട്രയൽ അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. 17/6/2026 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്നതല്ല, അലോട്ട്മെന്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മാത്രമേ സൂചിപ്പിക്കുന്നതാണ്. കാരണം ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജുകൾ പിന്നീട് മാറിയേക്കാം. അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിലുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ കൂടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ അവസരത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 22/6/2026 ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ എന്ന് പറയുന്ന ഒരു ഫീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഓൺലൈൻ വഴി അടക്കുക എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഒരു കുട്ടിയും കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ അവരുടെ അഡ്മിഷൻ കൺഫേം ആകുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 29/6/2026 ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കണം. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീ അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് ലഭിച്ചത് അലോട്ട്മെന്റ്, അതത് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നിർബന്ധമായിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 4-ാം തീയതി വരെ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും. അതേപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കൂടി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, PWD അതേപോലെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത് 29/6/2026 മറ്റൊന്ന് വരുന്നത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക 1/7/2026 നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം ജൂലൈ 1-ാം തീയതി ക്ലാസ് ആരംഭിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ 6-ാം തീയതിയാണ്. തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തേർഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവരാണെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കുക. അതിനുശേഷം അതത് കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ഇങ്ങനെ 13-ാം തീയതി വരെ നിങ്ങൾക്ക് ജൂലൈ 13-ാം തീയതി വരെ തേർഡ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില വിദ്യാർത്ഥികൾക്ക് നേരത്തെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ വന്നിരുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ജൂലൈ 16-ാം തീയതി യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. 16 മുതൽ ജൂലൈ 18 വരെയാണ് ലേറ്റ് രജിസ്ട്രേഷൻ ഉള്ള അവസരം വരുന്നത്. ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് അലോട്ട്മെന്റിന് ശേഷം അൺഎയ്ഡഡ് കോളേജുകളിൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല, റാങ്ക് ലിസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റി നൽകുന്നത്. റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ. എന്നാൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും. അതിനുശേഷം ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ എയ്ഡഡ് കോളേജിലേക്കും അതേപോലെ ഗവൺമെന്റ് കോളേജിലേക്കും പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 23-നാണ്. അങ്ങനെ 23-ന് ആ ഒരു ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കിട്ടിയ കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇത്തരത്തില് ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ജൂലൈ 25 വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിക്കുക. റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 25-നുമാണ്. പിന്നീട് ഗവൺമെന്റ് അതേപോലെ എയ്ഡഡ് കോളേജുകളിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 29-നാണ്. ജൂലൈ 29-നാണ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ജൂലൈ 31 വരെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് അതത് കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് ബാലൻസ് കിടക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ അവസാനമായിട്ട് 3/8/2026 ഒരു റാങ്ക് ലിസ്റ്റ് നൽകുന്നതാണ്. ആ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ നടക്കുക.
അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് മാറ്റേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണം. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം എന്ത് ചെയ്യണം? അതത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം. അത്തരത്തില് അലോട്ട്മെന്റുകൾ ഓരോന്നിനും വരുന്നതിനനുസരിച്ച് മുമ്പ് അലോട്ട്മെന്റ് ലഭിക്കാത്തവരാണെങ്കിൽ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിന്റെ കോപ്പികളും ഉണ്ടായിരിക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. ആ ഒരു കാര്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് NSS, NCC പോലെയുള്ള ഏതെങ്കിലും ഗ്രേസ് മാർക്കുകൾ ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി അഡ്മിഷൻ അതേപോലെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.